ഇപ്പം വെറുതെ ആ വീട് അടച്ചുകൂടി കിടക്കുന്നത് കൊണ്ട് എന്താ കാര്യം? ആർക്കെങ്കിലും വാടകയ്ക്ക് കൊടുക്കുക. നീ ഇപ്പൊ അങ്ങോട്ട് പോയിട്ട് എന്ത് ചെയ്യാനാ? വീടൊന്ന് കാണുകയെങ്കിലും ചെയ്യാമല്ലോ. അടുത്തുള്ള പിള്ളേർ അവിടെയാ ചീട്ടുകളിയൊക്കെ. എന്താ റഹീം, റെഡിയായോ? അല്ല റഹീം, ഞാൻ ആലോചിക്കായിരുന്നേ, ഈ പെണ്ണുങ്ങളുടെ ഒരു ബുദ്ധിയെ ഇന്നും നോക്കിയപ്പോ നമുക്ക് ഒരു പണിയില്ല. വീട്ടിലടങ്ങിയിരിക്കുന്ന സ്വഭാവം പണ്ടേയില്ലല്ലോ. ഉടനെ ഒരു ബുദ്ധി കണ്ടുപിടിച്ചു. അടഞ്ഞിടക്കുന്ന വീട് ഒന്ന് വൃത്തിയാക്കി വാടകയ്ക്ക് കൊടുക്കട്ടെ. എന്തായാലും 12ാം നൂറ്റാണ്ടിലെ സംസ്കാരം അന്വേഷിക്കുന്നതിലും ഭേദമാണല്ലോ. ഓ അതെ 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 അതെ. എന്തിനാടാ ഇങ്ങനെ പുറകെ മണത്ത് നടക്കുന്നത്? പോയി കാറിലിരിക്കും. റഹീം, ഇതൊന്ന് തുറക്കൂ. അല്ല, ഞാൻ പറയുമ്പോ തെറ്റാണെന്ന് തോന്നും. എന്നാലും പറയുക, ആ റഹീമിന് കുറച്ചു നാൾ ലീവ് കൊടുക്കണം. ഇപ്പോൾ അയാളുടെ ശ്രദ്ധ മുഴുവൻ അമ്മയെ പറ്റിയാ. കാർ ഓടിക്കുമ്പോൾ തന്നെ എത്ര ആബ്സെന്റ് മൈൻഡഡ് ആണെന്നോ. ഇന്ന് പോരുന്ന വഴി 4 വെച്ച് ഞാൻ കരുതി എല്ലാം തീർന്നെന്ന്. നിന്നോട് അയാൾ പറഞ്ഞോ അവധി വേണമെന്ന്? എന്ന് പറഞ്ഞില്ല. പക്ഷേ ഈയിടെ അയാൾക്ക് ഏതു നേരവും ചിന്ത അത് മാത്രമേ ഉള്ളൂ. ഒരുപക്ഷെ അത് പറയാൻ അയാൾക്ക് വൈമനസ്യം കാണും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. വരട്ടെ. എന്താ റഹീം പറയുന്നത്? തെറ്റിദ്ധരിക്കരുത് സാർ. സാറിനെ പിരിഞ്ഞു പോകുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. ഉമ്മായി ഇങ്ങോട്ടുണ്ടെന്ന് ആരെങ്കിലും കാണിച്ചാ പോരെ? ഇനി ആരെയും കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല സാർ. ഉമ്മയുടെ അസുഖം മാറുന്നൊന്നുമല്ല. പിന്നെ ഇനിയുള്ള സമയം ഉമ്മയുടെ അടുത്തിരിക്കുക, അത്ര തന്നെ. റഹീമിന് നിർബന്ധമാണോ പോണമെന്ന്? റഹീമിന്റെ പ്രയാസം മനസ്സിലാക്കാതെ പിന്നെ ഇങ്ങനെ സംസാരിക്കുന്നത് എന്താ? അമ്മയുടെ ഈ നിലയിൽ ഒരു മകന് പോകാതിരിക്കാനൊക്കുമോ?
പോരെങ്കിൽ റഹീം ഒറ്റ മകനാണ് താനും. എന്താ റഹീം, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എന്നാൽ അങ്ങനെ ആകട്ടെ. റഹീമിന് എന്ന് വേണമെങ്കിലും ഇങ്ങോട്ട് വരാം. അതിന് മടിക്കേണ്ട കാര്യമൊന്നുമില്ല. എപ്പോൾ വേണമെങ്കിലും ഈ വീട്ടിലേക്ക് വരാനുള്ള സ്വാതന്ത്ര്യം റഹീമിനുണ്ടായിരിക്കും. എന്നോടൊന്നും പറയാതെ പോവുക അല്ലേ? ഞാൻ പറഞ്ഞതൊക്കെ മണിയമ്പിള്ളയും കേട്ടതല്ലേ? വീട്ടിൽ ഉമ്മാക്ക് അത് കള്ളം. എന്ത്? ഉമ്മാക്ക് വേണ്ടി പോണെന്ന് പറയണത് കള്ളം. സത്യം എനിക്കറിയാം. ഇവിടത്തെ കൊച്ചമ്മ ചീത്തയാ, എനിക്കറിയാം. മണിയമ്പിള്ള, നീ ഒരിക്കൽ കൂടി മണിയമ്പിള്ള അങ്ങനെ പറയരുത്. അദ്ദേഹം എനിക്ക് അച്ഛനെ പോലാണ്. ഇങ്ങനെ ഞാൻ പിടിച്ചു തന്നു. ഇനി ഇവിടെ നിന്നാൽ എനിക്ക് കറവറില്ലാതെ ഇവിടുന്ന് പോകാൻ പറ്റില്ല. വലിയ വലിയ വീടുകളിലെ ഡ്രൈവറായാൽ കാർ ഓടിച്ചാൽ മാത്രം പോരാ. വലിയ വീട്ടിലെ ഡ്രൈവറായ കാർ ഓടിച്ചാൽ മാത്രം പോരാ. പിന്നെ ഏയ്, നമ്മളിപ്പോ ഇവിടെ കാണിച്ചതെല്ലാം ശരിയാണെന്ന് തോന്നുന്നു. ഐ ലൈക്ക് യു, ഐ ലവ് യു, സോ ഐ കം ഹിയർ. അതിലെന്താ തെറ്റ്? അല്ല, ഞാൻ ഓർക്കുകയായിരുന്നു, ഞങ്ങൾ ആണുങ്ങൾക്ക് ഈ സമൂഹം ഒരുപാട് രക്ഷാ കവചങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞങ്ങൾ ആണുങ്ങളാണ് എന്നുള്ളതാണ്. ഐ ഡോണ്ട് ഗെറ്റ് യു. ഇപ്പം നമ്മൾ തമ്മിലല്ല, ഇനി വേണമെങ്കിലും എനിക്ക് രക്ഷപ്പെടാൻ പറ്റും. അല്പം സെന്റിമെന്റലായി സ്വരം ഒന്ന് താഴ്ത്തി, ഏതോ ദുർബല നിമിഷത്തിൽ സംഭവിച്ചതാണ്, എന്നോട് ക്ഷമിക്കുമെന്ന് പറഞ്ഞാൽ എന്റെ ഭാഗം ക്ലീൻ. നിങ്ങൾ പെണ്ണുങ്ങളുടെ സേഫ്റ്റിയാണ് വെള്ളത്തിലാവുന്നത്. വാട്ട് യു മീൻ? പക്ഷെ ഞാനത് ചെയ്യില്ല. കാരണം എനിക്ക് നിന്നെ ഇഷ്ടമാണ്. വെറും ഇഷ്ടമല്ല, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നിന്റെ ബംഗ്ലാവ് എനിക്ക് ഇഷ്ടമാണ്, നിന്റെ കാർ എനിക്ക് വലിയ ഇഷ്ടമാണ്. ഹേയ്, നിന്റെ ഓരോ മുടിനാരിട പോലും എനിക്കിഷ്ടമാണ്. സാറേ, അയ്യോ, കുഴപ്പമായല്ലോ ഗോപി. അവൻ കണ്ടിരിക്കുന്നു. അവനിവിടെ വന്ന് നിന്ന സ്ഥിതിക്കും അവന് കണ്ണ് കാണാവുന്ന സ്ഥിതിക്കും അവൻ കണ്ടിരിക്കണം. എടാ, നീ വല്ലതും കണ്ടോ? കണ്ടു. ആരോടും പറയരുത്. ഞാൻ പറയും. പറയോ? പറയും. സാറിനോട് പറയും. പറയൂടാ. പറയും. പറയൂടാ. പറയും. പറയൂടാ. പറയും. പറയൂടാ. എടാ, പറയൂടാ. പറയത്തില്ല. എന്താ മണിയമ്പിള്ളേ? ഞാൻ ഇവിടുന്ന് പോവുക സാറേ. എങ്ങോട്ട്? എന്റെ നാട്ടിലേക്ക്. എന്തു പറ്റി? ഇവിടെ ആർക്കും എന്നെ ഒരു വകയില്ല. എന്റെ എന്ത് ചെയ്താലും ആരും ഒന്നും ചോദിക്കാനില്ലല്ലോ. ഞാൻ ഒറ്റയ്ക്കല്ലേ. എന്ത് അബദ്ധമാണ് മണിയമ്പിള്ള ഇപ്പൊ പറഞ്ഞെന്നറിയോ? അല്ല, മണിയമ്പിള്ള ഒറ്റയ്ക്കാണെന്ന് ആരാ പറഞ്ഞു? ഞാൻ ഒറ്റയ്ക്കാണല്ലോ. എനിക്ക് പഠിപ്പില്ല. അതുകൊണ്ട് എന്നെ എന്ത് വേണേലും ചെയ്യാം. ആണുങ്ങളെ തൊടുമ്പോ അറിയാൻ വിവരം. അതല്ല മണിയമ്പിള്ളയ്ക്ക് തോന്നുന്നത്. മണിയമ്പിള്ള ഒന്ന് തിരിഞ്ഞു നോക്കി. വല്ലതും കണ്ടോ? ഒന്നുകൂടെ ഒന്ന് നോക്കി. ഒന്നും കാണുന്നില്ലല്ലോ സാറേ. മണിയമ്പിള്ള കാണുന്നില്ലേലും ആവശ്യമുള്ളവരൊക്കെ അവിടെ നിരന്നു നിൽക്കുന്നു. ഒന്നല്ല, ആയിരങ്ങളല്ല, പതിനായിരങ്ങളല്ല, ലക്ഷങ്ങൾ. ലക്ഷക്കണക്കിന് ആൾക്കാർ അരയും തലയും മുറുക്കി
മണിയമ്പിള്ളയുടെ പിന്നിൽ നിൽക്കുകയാണ്. അവരാണ് തൊഴിലാളികൾ. ആര്? തൊഴിലാളി. മണിയമ്പിള്ളയും അവരിൽ ഒരാളാണ്. ദാറ്റ് മീൻസ് മണിയമ്പിള്ള തൊഴിലാളിയാണ്. അതായത് മണിയമ്പിള്ള ഒറ്റയ്ക്കല്ലെന്നർത്ഥം. അത് തന്നെ, തൊഴിലാളി. മണിയമ്പിള്ള തൊഴിലാളിയാണ്. തൊഴിലാളിയുടെ ശക്തി എന്താണെന്ന് മണിയമ്പിള്ളയ്ക്ക് അറിയാം. വാ പറഞ്ഞുതരാം. വാ. മണിയമ്പിള്ളയ്ക്ക് ഇതാരാണെന്നറിയാം? നല്ല താടി. ഈ താടിക്കാർ മണിയമ്പിള്ളയെ പോലുള്ള തൊഴിലാളികളുടെ നേതാക്കളായിരുന്നു. അവർ സംഘടിച്ചപ്പോൾ വലിയ വലിയ സാമ്രാജ്യങ്ങൾ എരിഞ്ഞിറങ്ങി. ആ ശക്തി, തൊഴിലാളിയുടെ ശക്തി, അത് മണിയമ്പിള്ളയിലുണ്ട്. അതുകൊണ്ട് ഇനിയാണെങ്കിലും മണിയമ്പിള്ളയെ തല്ലാമെന്നാൽ ഞാൻ തൊഴിലാളിയാണ് എന്ന് പറയണം. അങ്ങനെ പറഞ്ഞ എന്നെ ആരും തല്ലത്തില്ലേ സാറേ? എന്നങ്ങ് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. പക്ഷെ തല്ലാൻ വരുന്നവന്റെ കൈയുണ്ടല്ലോ, വന്ന് അറയ്ക്കും. ഇനി ആരെങ്കിലും എന്നെ തല്ലാൻ വന്ന ഞാൻ തൊഴിലാളിയാണെന്ന് പറയും. പിന്നെ മണിയമ്പിള്ളയെ അലവലാതി വേഷമൊക്കെ കളഞ്ഞ് കുറച്ചുകൂടെ ഒന്ന് സ്മാർട്ടാവണം. ഇപ്പൊ ഞാനൊരു കാര്യം ചോദിക്കാം, സത്യം പറയണം. മണിയമ്പിള്ള ഒറ്റയ്ക്കൊരു മുറിയിലിരിക്കുന്നു. ഒരു പെണ്ണ് കടന്നു വരുന്നു എന്ന് വിചാരിക്കും. അങ്ങനെ വരത്തില്ലല്ലോ. വിചാരിച്ചോ? മണിയമ്പിള്ള എന്ത് ചെയ്യും? ഇരിക്കാൻ കസേര കൊടുക്കും, കുടിക്കാൻ കാപ്പി കൊടുക്കും. ശരി, പിന്നെ സംസാരിക്കും. അതാ കുഴപ്പം. ഒരു പെണ്ണിനുള്ള സമീപനത്തിൽ ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. ഒരു പെണ്ണ് എന്തുകൊണ്ടാ ഒരാണിനെ ഭയക്കുന്നത്? അവന്റെ തലയിലെ കൊമ്പേണ്ടിട്ട അല്ല, അവനിലെ പൗരുഷത്തെയാണ് അവൾ ഭയക്കുന്നത്. മണിയമ്പിള്ള ഒരു യഥാർത്ഥ പുരുഷനായിരുന്നെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. എന്ത് പറ്റി? അതൊക്കെ ചീത്തയാ, ഞാൻ ചെയ്യത്തില്ല. മിനിമം ഇത്രയെങ്കിലും സംഭവിച്ചില്ലെങ്കിൽ തന്റെ മുറിയിലേക്ക് ഒറ്റയ്ക്ക് കയറുന്ന ആ പെണ്ണിന് തന്നെ പറ്റി എന്ത് പുച്ഛമായിരിക്കും? എന്ന് മാത്രമല്ല, ഈ ജന്മം തനിക്കൊരു പെണ്ണിൽ നിന്ന് ബഹുമാനം കിട്ടുകയും. അയ്യോ, ആ രമണി മേനോനെ കൂടെ ഒന്ന് വിളിക്കാമായിരുന്നു. ലാസ്റ്റ് ടൈം അവർ പ്രത്യേകം പറഞ്ഞതാ ഇനി ഗുരുവായൂർ പോകുമ്പം അവരെ അറിയിക്കണമെന്ന്. എന്താ അവർക്ക് ഇവിടെ പരദൂഷണത്തിന് സൗകര്യമില്ലേ? പരദൂഷണം പറയുന്ന പെണ്ണുങ്ങൾ കാണുമായിരിക്കും. പക്ഷേ രമണി മേനോൻ അങ്ങനല്ല. അവരിന്നലെ ക്ലബിൽ ഒരു കമ്മിലിട്ടുകൊണ്ട് വന്നു. റിയലി മാർവലസ്. നടുക്ക് ഒരു നീല മുത്ത്, ചുറ്റും വെള്ള പൊട്ടുകൾ. ബ്യൂട്ടിഫുൾ. തിരിച്ചു വരും വഴി നമുക്കൊന്ന് വാങ്ങണം. ഒന്നോ? ഒരു കാലിട്ടാ മതിയോ? രണ്ടു മാറ്റൊക്കെ രണ്ട് കാലിടാമല്ലോ. മണിപിള്ളേ, ഞങ്ങളങ്ങോട്ട് ഇറങ്ങുക. പിന്നെ എല്ലായിടത്തും ഒരു കണ്ണു വേണം. വീടും തുറന്നിട്ട് അവളെ ഒറ്റയ്ക്കാക്കി എങ്ങും വായി നോക്കാൻ പോകരുത്. എങ്ങനെ? വീട് തുറന്നിടണം, അവളെ ഒറ്റയ്ക്കാക്കണം, എന്നിട്ട് വായി നോക്കാൻ പോണം. ഈ മൂന്ന് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാനുള്ള ബുദ്ധിയൊന്നും മണിയമ്പിള്ളയ്ക്ക് തൽക്കാലമില്ല. നീ സമയം കളയാവുന്നു. വാ മണിയമ്പിള്ളേ, പെട്ടിയെടുക്ക്. എടാ ഇങ്ങോട്ട് വാ. ഈ ലെറ്റർ ഗോപിയെ ഏൽപ്പിക്കണം, ആരും കാണാതെ. മനസ്സിലായോ? ഇതിന് മറുപടി എഴുതി വാങ്ങിക്കണം. ചെല്ലേ.